കാട്ടാനയുടെ മുന്നിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ട വനംവകുപ്പ് ജീവനക്കാരൻ. പത്തനംതിട്ട പ്ലാപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷന് മുന്നിലാണ് സംഭവം. മെസ്സിലേക്ക് പോയ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ജോബാണ് ആനയുടെ മുന്നിൽ പെട്ടതും പിന്നീട് ഓടി രക്ഷപ്പെട്ടതും. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളിലേക്ക് നമുക്ക് ആദ്യം പോവാം. പയ്യെ ബസ്സിലോട്ട് ഇറങ്ങിപ്പോവായിരുന്നു പോലീസ് സ്റ്റേഷൻ്റെ പുറത്തോട്ട്. അപ്പോഴാണ് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കാണ് കക്ഷി അവിടെ നിൽക്കുന്ന ആന. ഒറ്റ ഓട്ടമായിരുന്നു ജീവനക്കാരൻ. പ്ലാപ്പള്ളി ഫോറസ്റ്റ് പോലീസ് സ്റ്റേഷൻ മുന്നിലെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അവൾ പതുക്കെ ഇറങ്ങിപ്പോവായിരുന്നു. അപ്പോൾ നോക്കിയപ്പോഴത്തേക്കാണ്ട് ഒറ്റ ഓട്ടമായിരുന്നു തിരിച്ച്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ജോബാണ് ആനയുടെ മുന്നിൽപ്പെട്ടതും ഓടി രക്ഷപ്പെട്ടതും. ഷിജോ കുര്യൻ വിവരങ്ങളുമായി ചേർന്ന്. ഷിജോ, ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. കഷ്ടിച്ച് രക്ഷ. അതെ ഹാഷ്മി, സ്മിത, അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറിയാൽ കാട്ടാനയുടെ മുന്നിൽ തന്നെയാണ്. പക്ഷേ ഇത് കാട്ടാനയുടെ മുന്നിൽപ്പെട്ടു. വളരെ അത്ഭുതകരമായിട്ട് തന്നെയാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ജോബിൻ രക്ഷപ്പെട്ടത്. നമുക്ക് ആ CCTV ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ ഇപ്പോൾ ഹാഷ്മി ആദ്യമേ നെഞ്ചത്ത് കൈവച്ചതുപോലെ അയ്യോ എന്ന് നമ്മൾ കാണുന്നവരെല്ലാം വെക്കും. കാരണം ഇത് ഇന്നലെ രാത്രി ഒരു 7:54 കൂടിയാണ് പ്ലാപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷൻ ഓഫീസിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായിട്ടുള്ള ജോബിൻ ഭക്ഷണം കഴിക്കാനായിട്ട് ഫോറസ്റ്റ് സ്റ്റേഷന് മുന്നിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. ഒരു റോഡ് മുറിച്ച് കടന്ന് വേണം ആ മെസ്സിലേക്ക് പോകാനായിട്ട്. അപ്പോൾ അങ്ങനെ റോഡ് മുറിച്ച് കടക്കുന്നതിനിടയിലേക്കാണ് പെട്ടെന്ന് ഒരു കാട്ടാന ജോബിന് മുമ്പിലേക്ക് വന്നത്. അവിടുന്ന് പെട്ടെന്ന് ഈ ആനയെ കണ്ട് ഉടൻ തന്നെ ജോബിൻ ഓഫീസിനുള്ളിലേക്ക് അകത്തേക്ക് കയറി പോവുകയും ചെയ്തു. ജോബിനെ ആക്രമിക്കാനായിട്ട് ഈ കാട്ടാന പെട്ടെന്നൊന്ന് ശ്രമിക്കുന്നുണ്ട്. കാരണം ജോബിനെ കണ്ട ഉടൻ ജോബിൻ അകത്തേക്ക് കയറി പോകുന്നു. തൊട്ടടുത്തേക്ക് തന്നെ ജോബിൻ്റെ അടുത്തേക്ക് ആന വരാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഒറ്റയാനാണെന്നാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നത്. നല്ല നീളമുള്ള കൊമ്പൊക്കെയുണ്ട്. ഇതിനകത്ത് ഈ പ്ലാപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ജനവാസ മേഖലയിലൊന്നുമല്ല. പക്ഷേ ഇത് ശബരിമലയ്ക്ക് പോകുന്ന വനപാതയോട് ചേർന്ന് വനത്തിനകത്ത് തന്നെയാണ് ഈ പ്ലാപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. ദിനം ഒരു കാട്ടാന അല്ലെങ്കിൽ കാട്ടുപോത്തും മറ്റു വന്യജീവികളൊക്കെ പ്രദേശത്തൊക്കെ ഇറങ്ങാറൊക്കെ ഉണ്ട്. പകൽ സമയങ്ങളിൽ ശബരിമല തീർത്ഥാടകരൊക്കെ പോകുമ്പോൾ ആനയൊക്കെ പല വഴിക്കും കാണുന്നതാണ്. അങ്ങനെ വലിയ ശല്യങ്ങളൊന്നും ആ മേഖലയിൽ ഉണ്ടാകാത്തതാണ്. പക്ഷേ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ആനയുടെ മുന്നിൽ അകപ്പെടുന്നു. അവിടുന്ന് അത്ഭുതകരമായിട്ട് തന്നെയാണ് രക്ഷപ്പെട്ടത്. ജനവാസമായ മേഖലയല്ല എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. ആന ഇങ്ങനെ സ്വൈര്യവിഹാരമൊക്കെ റോഡിലൂടെ നടത്തിക്കൊണ്ട് വരുന്നു. അപ്പോൾ ഇതൊന്നും അറിയാത്ത രീതിയിൽ ഒന്നും അറിയാതെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ് ജോബിൻ പോകുന്നത്. അവിടുന്ന് ആനയെ കണ്ട ഉടൻ തന്നെ വളരെ പെട്ടെന്ന് തന്നെ അകത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിരുന്നുവെങ്കിൽ ആ കാട്ടാനയുടെ മുന്നിൽ പെട്ടേനെ. എന്തായാലും ജോബിന് ജീവഹാനിയോ മറ്റു അപകടങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. പക്ഷേ കാണുന്ന എല്ലാ ആളുകൾക്കും വലിയ തരത്തിൽ ഒരു ഞെട്ടലുണ്ടാക്കുന്ന CCTV ദൃശ്യങ്ങളാണ്. ഒരു കാട്ടാനയുടെ മുമ്പിൽ ഒരു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പെടുന്നു. അവിടുന്ന് അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുന്നു. അങ്ങനെ എന്തായാലും ജനവാസ മേഖലയിലടക്കം പത്തനംതിട്ട ജില്ലയുടെ വിവിധ മലയോര മേഖലകളിൽ ആനയുടെയും കാട്ടാനയുടെയും ഒക്കെ പുലിയുടെയും ഒക്കെ ശല്യമുള്ള മേഖലയാണ്. അതിനിടയിലേക്കാണ് ജനവാസ മേഖലയല്ലാത്ത വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പ്ലാപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷനിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ആനയുടെ മുന്നിൽ അകപ്പെടുകയും അവിടുന്ന് അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുകയും ചെയ്തതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ഹാഷ്മി, സ്മിത. അപ്പൊ ജോബിന്റെ നമ്പറൊക്കെ ഉണ്ട്, എടുത്ത് വിളിക്കണേ ഷിജോ. എന്തായിരുന്നു ആ സമയത്തുള്ള മാനസിക സാധനം? CCTV കാണുമ്പോൾ എന്താ ഒരു ഉള്ളിലെ ആളെ ഒരു കുറവുണ്ടോ എന്ന് പറഞ്ഞാൽ അവിടെ ജസ്റ്റ് ഇറങ്ങിയിട്ടുള്ളായിരുന്നു. കുറച്ചുകൂടെ മുന്നോട്ട് പോയിരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഓടി അകത്തോട്ട് കയറാൻ പറ്റത്തില്ലായിരുന്നു. ആകെ പണിയായനെ. എന്തായാലും ആനയും അങ്ങനെ അകത്തോട്ട് കയറി വേറെന്തോ ചിന്തിച്ച് പോകാൻ തോന്നുന്നു. ഒന്ന് നോക്കിയിട്ട് ആന തിരിച്ചങ്ങോട്ട് പോയി. നമുക്കിത് തമാശയാ. പക്ഷെ നോക്കണം. അതെ, നമ്മൾ മുന്നിൽ പെട്ട് കഴിഞ്ഞാൽ ബോധം കെട്ട് വീഴാതെ എനിക്കത് കണ്ടിട്ട് തന്നെ നെഞ്ചിടിപ്പ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.